ശ്രീ ഷാജി രാഘവൻ, ഈ കിഫ്ബി ഒരു പ്രധാന വിഷയമാകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം ഈ കിഫ്ബിക്ക് യൂസർ ഫീ, കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ കൊണ്ടുവരും. യൂസർ ഫീ എന്നത് ടോളിന് പകരം വാക്കായി പറയുന്നതാണ് കേട്ടോ. ഏതായാലും അങ്ങനെ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ കിഫ്ബി വലിയ പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട്. ഈ കിഫ്ബി ഒരു പ്രധാന വാക്കായി മാറാൻ സാധ്യതയുണ്ടോ ഈ ബജറ്റിൽ? ഗവൺമെൻറ് തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രി കിഫ്ബി നടപ്പിലാക്കുമ്പോൾ നിയമസഭയിൽ കൊടുത്തൊരു ഉറപ്പുണ്ട്. എന്തായിരുന്നു ആ ഉറപ്പ്? യൂസർ ഫീ ഉണ്ടാവില്ല, അതായത് ടോളുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. അത് അവരുടെ അഭിമാനമായിട്ടാണ് അവരതിനെ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ അവർ റോഡിൽ ഇതിൻ്റെ കളക്ഷൻ തുടങ്ങാൻ പോവുകയാണ്, ടോൾ പിരിക്കാൻ തുടങ്ങുകയാണ് റോഡിൽ. അപ്പോൾ കിഫ്ബി വലിയ പ്രതിസന്ധി ചെന്ന് ചാടിയിട്ടുണ്ട്. സത്യത്തിൽ ഈ കിഫ്ബിയുടെ ഘടന തന്നെ നമ്മളൊന്ന് നോക്കൂ. എന്തിനാണ് ഇങ്ങനൊരു സംവിധാനം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഫണ്ടിൻ്റെ ട്രാൻസ്ഫർ മാത്രമല്ല കിഫ്ബിയിലേക്ക്, അതുകൂടാതെ ഞങ്ങൾ വായ്പ എടുക്കുന്നുണ്ട്. അതായത് പെട്രോളിൻ്റെ സെസ്സായാലും വാഹനങ്ങളുടെ ടാക്സ് ആയാലും ഇതെല്ലാം തന്നെ ഇപ്പോൾ കിഫ്ബിക്കാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലാൻ ഫണ്ടാണ്. ഇതുകൂടാതെ തന്നെ ഞങ്ങൾ വായ്പ എടുക്കുന്നുണ്ടെന്നുള്ളതാണല്ലോ. വായ്പ എടുക്കാൻ സാധിക്കുന്നത്. ഈ വായ്പ എടുക്കുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത്, വായ്പയെടുത്ത് കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കിഫ്ബി സഹായകരമാകും എന്നുള്ള നിലപാടാണല്ലോ ഇവർക്കുള്ളത്. അതിനാണ് യൂസർ ഫീ ഉണ്ടാവില്ല എന്നും പറഞ്ഞത്. ഇതിനകത്ത് രണ്ട് പ്രശ്നമുള്ളത്. ഈ വായ്പ എടുക്കുന്നത് എന്ത് ഗ്യാരണ്ടിയിലാണ്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിലാണ്. അത് സ്വാഭാവികമായും പ്ലാൻ ഫണ്ടിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ് ജനങ്ങളെയും അതുപോലെ തന്നെ ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല അതാണ്. അതുകൊണ്ടാണ് അന്നത്തെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇത് CAG ഓഡിറ്റ് വേണ്ടെന്ന് പറഞ്ഞു. CAGയുടെ സെക്ഷൻ 20 പ്രകാരമുള്ള ഓഡിറ്റിന് ഞങ്ങൾ കിഫ്ബിയുടെ ഫണ്ട് ബാധ്യതയില്ല എന്ന് പോലും പറഞ്ഞു വെച്ചിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി. ഇപ്പോൾ ഇവരതിന് സമാന്തരമായിട്ട് എന്താ പറയുന്നത്? ഇപ്പോൾ നാഷണൽ ഹൈവേ നിങ്ങൾ ടോൾ പിരിക്കുന്നില്ല എന്ന് ചോദിക്കുക. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കൃത്യമായി CAG ഓഡിറ്റിന് വിധേയമാകുന്നതും, അതേപോലെ തന്നെ നാഷണൽ ഹൈവേ എന്താണ് ശരിക്കും? അത് രണ്ട് കൊമേഴ്ഷ്യൽ സിറ്റികളിലെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന റോഡാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് പ്രധാനമായും. സ്വാഭാവികമായ റോഡിൽ യാത്ര ചെയ്യുന്നവരുടെ സമയം കുറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഹൈവേ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളാണ് നമുക്ക് ലാഭം. അതിൽ നിന്നുണ്ടാകുന്ന വലിയ ഇന്ധനത്തിൻ്റെ ലാഭമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഹിതം മാത്രമേ അവിടെ ടോളായിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതും 100 കോടി ആണ് അവരുടെ ഒരു 100 കോടി ചിലവാകുന്ന റോഡുകളിലാണ്, അതിന് മുകളിലേക്കുള്ളതിലാണ് അവർ സാമാന്യ രീതിയിൽ ടോൾ പിരിക്കുന്നത്. പക്ഷേ കിഫ്ബിയത്തെ വിഭാവന ചെയ്യുന്നത് 50 കോടിയാണ്. ഈ 50 കോടിക്ക് ടോൾ പിരിക്കാൻ ഇവർ ശ്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്ത് റോഡുകളിൽ പോലും നാളെ ടോൾ പിരിവ് വരും. കാരണം ഒരു 10-20 കിലോമീറ്റർ ദൂരം റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ ഓടകളും ഒക്കെ പണിത് വന്നാൽ ഈ പറയുന്ന 50 കോടി രൂപ അതിന് വകയിരുത്തേണ്ടി വരും. അങ്ങനെ 50 കോടി വകയിരുത്തുന്ന റോഡുകളിലൊക്കെ നാളെ ഇവിടെ ടോളിൻ്റെ പിരിവ് തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൻപുറത്ത് റോഡിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും, വണ്ടിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എന്തേ ഗവൺമെൻറ്റിന് ഈ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ സാധിക്കാതെ പോയത്?